ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു. നിരോധനാജ്ഞ മറികടന്ന് പമ്പയിൽ സംഘപരിവാറിന്റെ പ്രതിഷേധം. യുവതികളുമായി പോലീസ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മല കയറാതെ മടങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘം. പമ്പയിലും സന്നിധാനത്തും കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമീർ പമ്പയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സമീർ, പോലീസിന്റെ മുന്നറിയിപ്പും വകവയ്ക്കാതെ ഇവർ പ്രതിഷേധവുമായി തുടരുകയാണോ? ആനന്ദ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രമാത്രം ഈ രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള പ്രതിഷേധം നടക്കുമ്പോഴും അയ്യപ്പന്മാർക്ക് ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ തന്നെ പോലീസ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. പമ്പയിലും അതോടൊപ്പം തന്നെ എരുമേലി, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിലെല്ലാം തന്നെ 27 വരെ നിരോധനാജ്ഞ തുടരുകയാണ്. ഇവിടെ സംഘം ചേരുന്നതും അതോടൊപ്പം തന്നെ പ്രതിഷേധിക്കുന്നതിനുമൊക്കെ തന്നെ നിരോധനം നിലനിൽക്കുന്നു. ഇവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഭക്തർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രതിഷേധവുമായിക്കൊണ്ട് സംഘപരിവാർ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിൽ യഥാർത്ഥ ഭക്തരാരും തന്നെ ഈ ഇവിടെ പ്രതിഷേധിക്കാൻ നിൽക്കുകയല്ല. അവർ ഏറെ നാളായി എടുത്തിട്ടുള്ള വ്രതശുദ്ധിയുടെ ആ ഒരു മനസ്സുമായി, ആത്മീയ ചൈതന്യവുമായിക്കൊണ്ട് അവർ അയ്യപ്പനെ ദർശിക്കുക എന്നുള്ള ലക്ഷ്യവുമായിക്കൊണ്ട് അവർ അയ്യപ്പ ദർശനത്തിനായിക്കൊണ്ട് സന്നിധാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് നിന്നും തിരിച്ച് ഇപ്പോൾ പമ്പ വഴി താഴേക്ക് ഇറങ്ങുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. വലിയ ഒഴുക്ക്, നമുക്ക് ഭക്തരുടെ വലിയ പ്രവാഹം തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ശുഷ്കിച്ച ഒരു സംഘം ഇവിടെ നടത്തുന്ന ഒരു പ്രതിഷേധം അത് വലിയ രീതിയിലുള്ള അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അവരെ ഏതെങ്കിലും വിധത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനെ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ പ്രതിഷേധം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാലും യഥാർത്ഥ ഭക്തർ ആരും തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നില്ല. അവർ അയ്യപ്പ ദർശനം നടത്തിക്കൊണ്ട് പുണ്യം തേടിക്കൊണ്ട് അവർ സംശുദ്ധ മനസ്സുമായി മലയിറങ്ങുന്നു. മല കയറുന്ന വലിയൊരു വിഭാഗം അയ്യപ്പ ഭക്തരും ഉണ്ട്. എന്തായാലും പ്രതിഷേധത്തിൽ അയവൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ തങ്ങളുടെ നിലപാടിലും ഒരു അയവും ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ് മനീതി പ്രവർത്തകർ പറയുന്നത്. 11 അംഗ വനിതാ സംഘം പറയുന്നത്. ഇവരുമായി ചർച്ച നടത്തിയിരുന്നു. ഔദ്യോഗികമായിട്ടുള്ള ചർച്ചയും അതോടൊപ്പം തന്നെ അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിലും അവർ ഒരു സംയമനം പാലിക്കുന്നതിനോ ഒരു തിരിച്ചുപോക്കിനോ അവർ തയ്യാറാവുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് പമ്പയിലെത്തിയതിൻ്റെ ലക്ഷ്യം പമ്പയിൽ ഒതുങ്ങുകയല്ല, സന്നിധാനത്ത് പോവുക, അയ്യപ്പ ദർശനം നടത്തുക എന്നുള്ളതാണ്. വ്രതശുദ്ധിയോടുകൂടി തന്നെയാണ് തങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആചാരങ്ങളും തങ്ങളുടെ വിശ്വാസവും ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. തങ്ങൾ വന്നിരിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എത്തിയ തങ്ങൾക്ക് മതിയായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് സന്നിധാനത്ത് വരെ പോകുന്നതിനും അയ്യപ്പനെ ദർശിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ള ആവശ്യം പോലീസിനോട് ഉന്നയിക്കുകയും തുടർന്ന് അവർ ആ ഒരു ലക്ഷ്യവുമായിക്കൊണ്ട് തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഈ വനിതകൾ തിരിഞ്ഞു പോകാതെ തങ്ങൾ ഒരിക്കലും ഈ സമരം അവസാനിപ്പിക്കില്ല, ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടുമായി ഇവിടുത്തെ പ്രതിഷേധക്കാരും തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം നടക്കുമ്പോഴും പമ്പ വഴി സന്നിധാനത്തേക്ക് വലിയ രീതിയിലുള്ള ഭക്തരുടെ പ്രവാഹം തുടരുന്നുണ്ട്. നമുക്കറിയാം, ഇനി മകരവിളക്കിന് ഏതാനും നാളുകളാണുള്ളത്. അതിന് മുന്നോടിയായിക്കൊണ്ട് മണ്ഡലകാലം അവസാനിക്കുന്നു. മണ്ഡലകാലം 27-നാണ് അവസാനിക്കുന്നത്. 27-ന് നട അടയ്ക്കും. അതിന് മുന്നോടിയായിക്കൊണ്ട് പരമാവധി അയ്യപ്പന്മാർ മല ചവിട്ടും. അതിനു വേണ്ടിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള അലോസരം ഉണ്ടാക്കുകയും ഈ വിധത്തിലുള്ള പ്രതിഷേധവുമായിക്കൊണ്ട് ഏതാനും കൂട്ടർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, വനിതി സംഘടനയുടെ വനിതാ കൂട്ടായ്മയുടെ മറ്റൊരു സംഘം കൂടി ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. അവർ കൂടി വരുമ്പോൾ ഒരുപക്ഷെ ഈ പ്രതിഷേധവും ശക്തമായേക്കും. ഒരുപക്ഷെ ഇപ്പോൾ നിൽക്കുന്ന ഈ 11 വനിതകൾക്കൊപ്പം അവർ കൂടി ചേരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതിന് മുന്നോടിയായിക്കൊണ്ട് അവരോട് ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്നുള്ള ഒരു ആവശ്യം പോലീസ് ഉന്നയിച്ചിരുന്നു. പക്ഷേ അവരുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സമീർ തുടരുക. ഇപ്പോൾ സമീർ സൂചിപ്പിച്ച ആ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ്. ഇവിടെ കൂടി നിൽക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. പിരിഞ്ഞു പോകണമെന്ന പോലീസിന്റെ മുന്നറിയിപ്പ്. സമീർ സൂചിപ്പിച്ച പോലീസിന്റെ ആ മുന്നറിയിപ്പിലേക്ക് പോയതിനു ശേഷം സമീറിലേക്ക് തിരികെ എത്താം. നിരോധനം
പ്രതിഷേധക്കാർ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ച് പോകേണ്ടതാണ്. പോലീസിന്റെ പ്രത്യേക അറിയിപ്പുണ്ട്. ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ 144 നിരോധനാജ്ഞ നിലവിലിരിക്കുകയാണ്. പ്രതിഷേധക്കാർ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ച് പോകേണ്ടതാണ്. പോലീസിന്റെ പ്രത്യേക അറിയിപ്പുണ്ട്. സമീർ പമ്പയിൽ നിന്ന് തുടരുന്നുണ്ട്. സമീർ, ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഒരു വലിയ ഭക്തജനങ്ങളുടെ പ്രതിഷേധമേ അല്ല ഇതെന്ന് നമ്മൾ രാവിലെ മുതൽ ഈ തത്സമയം അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വളരെ ആസൂത്രിതമായി പലയിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് സംഘടിക്കുകയും ഇവരെ പമ്പയിൽ വെച്ച് തന്നെ പ്രവേശന കവാടത്തിൽ തന്നെ തടയുകയും ചെയ്യുന്ന നിലയിൽ ആസൂത്രിതമായ കാര്യങ്ങൾ പോവുകയായിരുന്നു. ഈ പ്രതിഷേധിക്കുന്നവരെല്ലാം അയ്യപ്പ ഭക്തരായി അവരുടെ ആചാരം സംരക്ഷിക്കാനോ വിശ്വാസം സംരക്ഷിക്കാനോ വേണ്ടിയുള്ള പ്രതിഷേധമല്ല നടത്തുന്നതെന്ന് വ്യക്തമായി മനസ്സിലാവും. കാരണം മുദ്രാവാക്യങ്ങളുടെ സ്വരം പോലും ഒരു ഘട്ടത്തിൽ തീവ്രമായ വൈകാരികതയിലേക്കൊക്കെ പോകുന്നുണ്ട്. പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അറിയിപ്പ്, നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇനിയും സംഘം ചേർന്ന് ഇത്തരം പ്രതിഷേധവുമായി തുടരാൻ കഴിയില്ല എന്ന്. അപ്പോഴും അവർ നാമജപത്തിനെ ഒരു പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യത്തിന്റെ സ്വരമായി ഉയർത്തിക്കൊണ്ടാണ് പോലീസിനെയും പോലീസിന്റെ വാക്കുകളെയും വരവേൽക്കുന്നത്. സമീർ, ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുന്നു. ഈ നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ പോലീസ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ നിലനിൽക്കുന്നു. ഇതിനിടയിലും ഈ പ്രതിഷേധവുമായി കൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം ഇവിടെ ഈ ഒരു പ്രവർത്തനങ്ങളെ അയ്യപ്പന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന വിധത്തിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത്. അവരിപ്പോഴും പ്രതിഷേധം തുടരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നമ്മൾ രാവിലെ മുതൽ തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തുടർച്ചയായി നമ്മൾ നൽകിയ വാർത്തകളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ പ്രതിഷേധിക്കുന്നവരെല്ലാം തന്നെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കൂട്ടത്തിനപ്പുറത്ത് ഒരു വിധത്തിലും ആരും തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അയ്യപ്പന്മാരെല്ലാം ചെയ്യുന്നത് അവർ അയ്യപ്പ ദർശനം ലക്ഷ്യം വെച്ചുകൊണ്ട് നേരെ സന്നിധാനത്തേക്ക് പോകുന്നു. ആ ഒരു പുണ്യം നേടിയ അയ്യപ്പന്മാർ തിരിച്ചിറങ്ങിക്കൊണ്ട് പമ്പയിലൂടെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയും കാണുന്നു. ഇവരാരും തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നില്ല. അതേസമയം പരമാവധി പേരെ ഇതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പലരെയും പല വിധത്തിൽ ക്യാൻവാസ് ചെയ്യുന്നതടക്കം നമ്മൾ കണ്ടു. പക്ഷേ ആരും തന്നെ അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് പോകാതെ ഇവിടെ സ്ത്രീകൾ വന്നോ അല്ലെങ്കിൽ ആരാണ് വരുന്നത് ആരാണ് പോകുന്നത് എന്ന് നോക്കാതെ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ അവരുടെ ആത്മീയ ശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അയ്യപ്പ ദർശനം എന്നുള്ള ഒരു സ്വാമി അയ്യപ്പനെ കാണണം എന്നുള്ളതും അവിടെ എത്തി പ്രാർത്ഥിക്കണം എന്നുള്ളതുമായിട്ടുള്ള ആ ഒരു ചിന്താഗതിയിൽ വ്രതമെടുത്ത് നഗ്നപാതകരായി ഏറെ കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് എത്തുന്ന ഈ അയ്യപ്പന്മാരെല്ലാം തന്നെ അവരുടെ ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് മടങ്ങുന്നു. അത്തരത്തിലാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. അതിനിടയിൽ ഈ ഒറ്റപ്പെട്ട ഒരു സമരം ഇവിടെ തുടർന്നു വരുന്നു. എന്തായാലും സമരത്തിന് ഒരു കാര്യമായ അയവ് ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഈ സമരം എത്ര ശക്തിപ്പെട്ടാലും എത്ര സമയം തുടർന്നാലും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ തിരിച്ചിറങ്ങുകയുള്ളൂ എന്നുള്ള നിലപാടുമായിക്കൊണ്ട് ഈ മധുരയിൽ നിന്നും എത്തിയിട്ടുള്ള 11 അംഗ മനീതി വനിതാ സംഘങ്ങൾ ഇവിടെ തുടരുകയും ചെയ്യുകയാണ്. സമീർ, ഈ ഘട്ടത്തിൽ ഏതായാലും പമ്പയിൽ തന്നെ ദയവായി തുടരുക. ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് സമീറിലേക്ക് തന്നെ ഇപ്പോൾ എത്താം. ഒരു പ്രധാന വാർത്ത കൂടി നോക്കിയ ശേഷം, മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിന് മുൻപിൽ പ്രതിഷേധം. BJP പ്രവർത്തകരാണ് പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ ഷീജ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷീജ, എപ്പോഴാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ ഈ പ്രതിഷേധം ആരംഭിച്ചത്? രാഷ്ട്രീയമായ ലക്ഷ്യം തന്നെയാവണം ഈ പ്രതിഷേധത്തിന് പിന്നിൽ എന്ന് കരുതാം. തീർച്ചയായും ആനന്ദ്, നിലവിലെ ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അവിടേക്ക് ശബരിമലയിലേക്ക് കയറാൻ വേണ്ടി സന്നിധാനത്തേക്ക് എത്താൻ വേണ്ടി കൂടുതൽ സ്ത്രീകൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന്റെ ഭാഗമായുള്ള ഇതിനെതിരെയുള്ള പ്രതിഷേധം അത് വ്യാപിപ്പിക്കാനായി ഈ രീതിയിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ ആയിട്ടാണ് ഇവിടെ ഈ ഒരു ക്ലിഫ് ഹൗസിന് മുന്നിൽ ഇവർ ഈ പ്രതിഷേധം നടത്തുന്നത്. ഇതിൽ എന്നാൽ BJPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10:30 കൂടിയാണ്
ഇവർ ക്ലിഫ് ഹൗസിന് മുന്നിലെത്തി സംഘടിക്കുവാൻ തുടങ്ങിയത്. തുടർന്ന് ഇവിടെ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ പോലീസ് സന്നാഹവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടാണ് ഇതിന് കാരണം. ഈ രീതിയിൽ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാനുള്ള ഒരു കാരണം എന്നാരോപിച്ചുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ ഒരു പ്രതിഷേധവുമായി ഇവിടെ തുടരുന്നത്. ഏതായാലും സ്ഥലത്തേക്ക് കൂടുതൽ പ്രവർത്തകരെ എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് പ്രധാനമായും BJPയുടെ ഭാഗത്തു നിന്നും ഇവിടെ പുരോഗമിക്കുന്നത്. ശരി ഷീജ, വ്യക്തമാണ്. ക്ലിഫ് ഹൗസിന് മുന്നിൽ BJP പ്രവർത്തകർ ശബരിമല വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നു. റോഡ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം തുടരുന്നത്. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്. വീണ്ടും നമ്മളോടൊപ്പം സമീർ പമ്പയിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ പമ്പയിലെ സ്ഥിതിഗതികൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏറ്റവും ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി മാധ്യമ പ്രതിനിധികൾ എന്ന നിലയിൽ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പമ്പയിലെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള G. കാർത്തികേയൻ IPSുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. SP ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നുള്ളതാണ് തങ്ങൾക്ക് മുന്നിലുള്ള കടമ. ആ ഒരു കടമ നിർവഹിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഈ വനിതാ കൂട്ടായ്മ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ നൽകുക എന്നുള്ളത് തങ്ങളുടെ ദൗത്യമാണ്. അതേസമയം തന്നെ അവർക്കെതിരെ അക്രമം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം കൂടി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ വലയം തീർത്തുകൊണ്ട് അവർക്ക് എതിരായിട്ടുള്ള അക്രമങ്ങളെ തകർത്തുകൊണ്ട് അവരിവിടെ നിർത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം, ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ കാൽനടയായിക്കൊണ്ട് വേണം അവർക്ക് സന്നിധാനത്തേക്ക് എത്തണമെങ്കിൽ. ഇവിടെ ഈ വിധത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സന്നിധാനത്ത് ഇതിനേക്കാൾ ഭക്തരുണ്ട്. അവരെ പലപ്പോഴും ഈ പ്രതിഷേധക്കാർ ഉപയോഗിക്കുകയും ചെയ്തേക്കാം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ സന്നിധാനത്തെത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങളെത്തും. അവിടെയുള്ള ശാന്ത അന്തരീക്ഷം നഷ്ടപ്പെടാൻ അത് ഇടയാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങൾ എത്താതിരിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ നിന്ന് പരമാവധി അവരെ തിരിച്ചയക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നുണ്ട്. പക്ഷേ അവർ ഒരിക്കലും പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാടുമായിക്കൊണ്ട് തന്നെ ഇവിടെ തുടരുന്നു. ഇതോടൊപ്പമാണ് മറ്റൊരു സംഘം കൂടി, വനിതി സംഘത്തിൽപ്പെട്ട മറ്റൊരു വനിതാ കൂട്ടായ്മയിലെ മറ്റൊരു സംഘം കൂടി സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. അവർ കൂടി എത്തുമ്പോൾ ഇനി ഇവിടുത്തെ രംഗം ഏത് വിധത്തിലേക്കായിരിക്കും വഴി മാറുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും അത്തരത്തിലുള്ള ആ ഒരു സംഘത്തെ പമ്പ വരെ എത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടുമായി സമരാനുകൂലികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവരെവിടെയാണോ ഇറങ്ങുന്നത് അതിനനുസരിച്ച് അവരെ തടയും എന്നുള്ള നിലപാടിലേക്ക് അവരെത്തുന്നു. എന്തായാലും സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടുമായിട്ട് തന്നെയാണ് അവർ പോകുന്നത്. വനിതാ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാരിന് അനുവദിക്കില്ല, ദേവസ്വം ബോർഡിന് അനുവദിക്കില്ല. അതിന് ചുക്കാൻ പിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതിൽ നിന്ന് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ സമരങ്ങൾ തുടർന്നു വരുന്നത്.